അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹമുള്ള സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഹിമായ സംഘടിപ്പിക്കുന്ന ദർസ് ലെസൺ ഫോർ പീസ്ഫുൾ ലൈഫ് എന്ന ക്യാപ്ഷനിൽ നമ്മൾ നടത്തുന്ന ക്ലാസ്സുകളാണ്. അതിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരിച്ചറിവുകളും നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, വിഷയങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ കൈകാര്യം ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും റെഡിയാണെങ്കിൽ ആർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമാധാനം തകർക്കുന്ന ചിന്തകൾ എന്ന വിഷയത്തിലാണ്. പലപ്പോഴും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. അപ്പൊ സ്വാഭാവികമായും നമ്മുടെ സമാധാനത്തെ കണ്ടെത്താൻ അതിന് കൃത്യമായ മാർഗങ്ങളുണ്ട്. ആ സമാധാനത്തെ തകർക്കുന്ന ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും പോകുന്നത്. ഓക്കെ, അതിലൊന്നാമത്തത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക എന്നുള്ളതാണ്. നാളെ എന്താകും? ഞാൻ രോഗിയായാൽ എന്തായിരിക്കും അവസ്ഥ? എൻ്റെ മക്കളുടെ ഭാവി എന്താകും? ഞാൻ മരണപ്പെട്ടാൽ സുഖമില്ലാത്ത എൻ്റെ മോളെ ആര് നോക്കും? എൻ്റെ മക്കളൊക്കെ പിന്നെ എങ്ങനെ ജീവിക്കുക? ഇങ്ങനെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന അവസ്ഥ. പലപ്പോഴും ഇത്തരം ചിന്തകളിലേക്ക് പിശാചാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇത്തരം ചിന്തകൾ, ആ ചിന്തകൾക്കുള്ള പരിഹാരം എന്താണ്? ഓരോ കാര്യത്തിനുള്ള പരിഹാരം കൂടി അതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഇത്തരം ആശങ്കകൾ നമ്മുടെ മനസ്സിലേക്ക് പിശാചിട്ട് തരും എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഭാവിയെക്കുറിച്ച് ഇനിയിപ്പോ അത് ശരിയായില്ലല്ലോ പഠിച്ചോനെ, ഇനി ഇത് ശരിയാക്കണല്ലോ, അത് അങ്ങനെ ആക്കണല്ലോ, അങ്ങനെ ആക്കണല്ലോ, ഒരുപാട് സംഗതികൾ. ഓരോ വിഷയത്തെക്കുറിച്ചും രാത്രി കിടക്കുമ്പോൾ പലർക്കും ഉറക്കം വരുന്നില്ല. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ഈമാനിന്റെ കുറവാണ്, റഹ്മാനായ റബ്ബിലുള്ള തവക്കുലിന്റെ കുറവാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത്തരം ആശങ്കകളിൽ ജീവിക്കുക എന്നുള്ളത്. നമ്മൾ ചെയ്യേണ്ട ഭാഗധേയമെന്തോ, ചെയ്യേണ്ട കാര്യമെന്തോ അത് നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ളത് എന്താ? എന്തൊരു കാര്യത്തെക്കുറിച്ചാണോ നമ്മൾ ആശങ്കപ്പെടുന്നത്, ആ ആശങ്കപ്പെടുന്നതിന്റെ ആശങ്ക ഇല്ലാതാക്കാൻ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക. എന്നിട്ട് ബാക്കി റഹ്മാനായ റബ്ബിലേക്ക് വിടുക, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. അതുകൊണ്ടാണ് പ്രഭാത പ്രദോഷ ദിക്റുകളിൽ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും 7 തവണ വിശ്വാസി ചൊല്ലേണ്ട വാചകം, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച വാചകം, ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. നമ്മുടെ മനസ്സിലേക്ക് ആശങ്കകൾ വരുന്നുണ്ടോ? നമ്മുടെ മനസ്സിലേക്ക് ടെൻഷൻ വരുന്നുണ്ടോ? ഇന്ന കാര്യം പഠിച്ചോനെ ഇനി അത് എന്തായി മാറുക എന്നുള്ള ബേജാറ് നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ മനസ്സ് ശാന്തമാക്കി എനിക്ക് എന്റെ റബ്ബ് മതി, ഞാൻ റബ്ബിലേക്ക് വിടുകയാണ്. ഒരടിമയുടെ താഴ്മ, ഒരടിമയുടെ വിനയം അത് പ്രകടമാകുന്ന സമയം. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു, അവനിലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്. വഹുവ റബ്ബുൽ അർശിൽ അളീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനാണ്, അർഷിന്റെ ഉടമസ്ഥനാണ് ആ റബ്ബ്. ആ അർഷിന്റെ വലുപ്പം അതിനേക്കാൾ വലിയ ഒരു സൃഷ്ടിയില്ല. അത്രയും വലിയ അർഷ്. ആ അർഷിന്റെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ റബ്ബിന്റെ ഗാംഭീര്യത്തിന്, ആ പടച്ചോനിൽ, ആ റഹ്മാനായ റബ്ബിൽ നമ്മൾ തവക്കുലാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ പ്രശ്നം അത് ചെറിയ പ്രശ്നമായി തീരുന്നു. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് ഹയ്യിനാണ്, ലളിതമാണ്, അല്ലെങ്കിൽ സിമ്പിളാണ് ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആശങ്കകൾക്ക് വിട. തവക്കുലാക്കുന്നതോടുകൂടെ ടെൻഷൻ അടിച്ച് ജീവിതം ഹോമിക്കപ്പെടുന്ന അവസ്ഥ, എല്ലാ സാഹചര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളില്ല, എന്റെ ജീവിതത്തിന് ഇനി മാറ്റം കടന്നു വരാനില്ല, ഇനി എന്തായിരിക്കും എന്റെ ഭാവി, നമ്മൾ ആശങ്കപ്പെടണ്ട. സൗർ ഗുഹയിൽ ഇരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, ഹിജ്റയുടെ യാത്രയിലുള്ള സംഭവം എന്തിനാ ഖുർആൻ പരിചയപ്പെടുത്തിയത്? എന്തിനാണ് ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് ഈ ചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്നത്? ശത്രുക്കൾ കാലിന്റെ അടിയിലേക്ക് അല്ലെങ്കിൽ കാൽഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകരെ നമ്മളെ അവര് കാണൂലേ? റസൂലുള്ളാഹിനെയും അബൂബക്കറുള്ളാഹിനെയും പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ശത്രു വിഭാഗം, നബി നമ്മളെ കാണൂലേ? കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയ ഒരാശങ്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആശങ്ക തിരുത്തി കൊടുക്കുകയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, വിഷമിക്കണ്ട, അല്ലാഹ് കൂടെയുണ്ട്. അള്ളാഹുൽ തവക്കുലാക്കുക, അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന സംസാരം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ചിന്തയാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിലെ വാചകം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, നബിയെ പറയുക, ലൻ യുസീബനാ, നമ്മളെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചതല്ലാതെ, അല്ലാഹ് നിശ്ചയിച്ചതല്ലാതെ എന്നെ ബാധിക്കൂല, നമ്മളെ ബാധിക്കൂല എന്ന് പറയ നബിയെ. ഹുവ മൗലാന, അവൻ ആരാണ്? അവൻ മൗലാന, നമ്മുടെ ഉടമസ്ഥനാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിന്റെ പേരിൽ,
അള്ളാഹുവിന്റെ മേൽ വരമേൽപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോയി തകർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അങ്ങനെ നഷ്ടപ്പെടേണ്ടതല്ല നമ്മുടെ ഉറക്കം. അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചതേ സംഭവിക്കുള്ളൂ എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ബേജാറ് കടന്നു വരിക? നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാൽ എന്താ? അള്ളാഹ് നിശ്ചയിച്ചത് നടക്കും. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അള്ളാഹു തീരുമാനിച്ചിട്ടേ ഉണ്ടാകൂല. മനസ്സിലായോ? അങ്ങനെയുള്ള ആശങ്കകൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതില്ല. തവക്കുലാക്കുക, അതാണ് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തത്, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള സങ്കടമാണ് രണ്ടാമത് നമ്മുടെ സമാധാനം തകർക്കുന്നത്. ഓ, അല്ലെങ്കിലും എനിക്കൊന്നും അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു, എനിക്കങ്ങനെ സംഭവിച്ചല്ലോ, അവരെന്നോട് അങ്ങനെ ചെയ്തല്ലോ, എന്നെ ഇന്ന ആളുകൾ ചതിച്ചല്ലോ, എന്റെ വിവാഹത്തോടെ എന്റെ കുടുംബ ജീവിതം, എന്റെ ദാമ്പത്യ ജീവിതം തകർന്നു പോയല്ലോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ച് ആലോചിച്ച് ഇന്നും സങ്കടത്തോടെ കഴിയുന്ന, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന, അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുന്ന അവസ്ഥ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് തീർത്തും പൈശാചികമാണ്. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളാണെങ്കിൽ ആ പാപങ്ങളുടെ സങ്കടം നേരെ തൗബയായി മാറണം, ഇസ്തിഗ്ഫാറായി മാറണം. അതല്ല നമ്മളോട് മറ്റുള്ളവർ ചെയ്ത വല്ല കാര്യങ്ങളുമാണ് എങ്കിൽ അത് നേരെ അഫുവായി മാറണം, മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അന്ന് അവൻ എന്നോട് പറഞ്ഞത്, അന്ന് എന്നോട് അവൻ ദേഷ്യപ്പെട്ടത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റൂല. എന്നിട്ട് അത് നമ്മുടെ മനസ്സിൽ കിടക്കാണ്, അത് നമ്മൾ അറിയാതെ നമ്മുടെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്താണ്. അത് നാവിലൂടെ സംസാരങ്ങളായി, ഗീബത്തായി, നമീമത്തായി കടന്നു വരികയാണ്. അതിൽ പിശാച് നമ്മളെ പലപ്പോഴും അതിജയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏത് കാര്യമാകട്ടെ, കഴിഞ്ഞുപോയ ഏത് കാര്യമാകട്ടെ, അത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെയാണ്. ശരിക്കും മനസ്സിലാക്കിക്കോളി. 6 വിശ്വാസകാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പഠിക്കുമ്പോൾ അതിൽ അവസാനമായി നമ്മൾ പഠിക്കുന്നതാണ് അൽ ഈമാനു ബി ഖളാഇല്ലാഹി വ ഖദരി, അള്ളാഹുവിന്റെ ഖദറിലുള്ള, വിധിയിലുള്ള വിശ്വാസം. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും റഹ്മാനായ റബ്ബ് അറിയുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ഇത് നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാകുമ്പോ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് ടെൻഷൻ വരിക? പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് വീണ്ടും 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 സങ്കടപ്പെട്ടിരിക്കുക? അങ്ങനെ സങ്കടപ്പെട്ട് തീർക്കേണ്ടതാണോ നമ്മുടെ ജീവിതം? നമുക്ക് ചെയ്യാൻ എന്തൊക്കെയുണ്ട്? പഴയ വിഷമങ്ങളിൽ, പഴയ സങ്കടങ്ങളിൽ തളച്ചിടുക എന്നുള്ളത് പിശാചിന്റെ അസ്ത്രമാണ്. അതിൽ നിന്നും മാറി ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ശിഷ്ടകാല ജീവിതം എങ്ങനെ റബ്ബിന് തൃപ്തിപ്പെട്ട രീതിയിൽ കഴിച്ചുകൂട്ടാമെന്ന ചിന്തയാകണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്.
വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ, അല്ല നിനക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഫലാ തഖുൽ, നീ പറയാൻ പാടില്ല ലൗ അന്നി ഫഅൽതു കാന കദ വകദ, ഛേ ഞാൻ ഇങ്ങനെ ചെയ്താമായിരുന്നു, എന്നാൽ ഇങ്ങനെയാകുമായിരുന്നു എന്ന് നീ പറയരുത്. വലാകിൻ ഖുൽ, പകരം നീ പറയേണ്ടത് ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഇത് റബ്ബിന്റെ നിശ്ചയമാണ്. നമ്മൾ ആരാ? നമ്മൾ അള്ളാന്റെ അടിമകളാണ്. അള്ളാഹ് തീരുമാനിക്കുന്നത് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടേണ്ട, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് സ്വീകരിക്കേണ്ട ആളുകളാണ് നമ്മൾ. ഖദറുല്ലാഹ് വമാ ശാഅ ഫഅല, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അവൻ എന്ത് ഉദ്ദേശിക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവൻ എന്ത് ഉദ്ദേശിക്കുന്നുവോ ഫഅല, അതവൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ സംസാരങ്ങളിൽ വെറുപ്പ് വരുമ്പോ അള്ളാന്റെ ഖദറിനോടുള്ള വെറുപ്പ് നമുക്ക് ഉണ്ടാകാൻ പറ്റുമോ? ഇത് പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ നിത്യജീവിതം എടുക്കുക. നിത്യജീവിതത്തിൽ പലപ്പോഴും അള്ളാഹുവിന്റെ ഖദറിനെതിരെ നമ്മുടെ ചിന്തകളും സംസാരങ്ങളും വെറുപ്പായി, ദേഷ്യമായി കടന്നു വരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധവും നമുക്കുണ്ടാകണം. അതാണ് രണ്ടാമത്തെ, നമ്മുടെ മനസ്സിൽ നമ്മുടെ സമാധാനം തകർക്കുന്ന രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. സ്റ്റാറ്റസ് കാണുമ്പോ, സോഷ്യൽ മീഡിയ കാണുമ്പോ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്തു പോകുമ്പോ മറ്റുള്ള ആളുകളുടെ ജീവിതം, അവന്റെ കുടിയിരിക്കൽ കഴിഞ്ഞു, വീട് കൂടല് കഴിഞ്ഞു, മറ്റവന്റെ വിവാഹം കഴിഞ്ഞു, അവൾക്ക് നല്ല ഭർത്താവിനെ കിട്ടിയിട്ടുള്ളത്, എന്തൊരു ഭംഗിയുള്ള വീടാണ് അവരുടെ വീട്, അതിന്റെ വീഡിയോ ഞാൻ കണ്ടു, എനിക്കൊന്നും അങ്ങനത്തെ ഒരു അനുഗ്രഹം കിട്ടിയില്ലല്ലോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ, അവന് പുതിയ വാഹനം വാങ്ങി, എത്ര വാഹനങ്ങളാ അവര് പുതുതായി ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്, നമുക്ക് ഇപ്പോഴും സ്വന്തമായ ഒരു വാഹനം പോലും ഇല്ല, അല്ലെങ്കിൽ ഉള്ളത് പഴയ വാഹനമാണ്. ഇങ്ങനെ താരതമ്യം ചെയ്യുമ്പോ നമ്മളെ സങ്കടത്തിലേക്ക് പിശാച് കൊണ്ടുപോകും. അതാണ് സമാധാനം തകർക്കുന്ന മൂന്നാമത്തെ ചിന്ത. ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടെ എത്രത്തോളം സമാധാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആളുകൾ വിചാരിക്കുന്നത് പലപ്പോഴും സ്ക്രീനുകളിൽ കാണുന്നത്, മൊബൈലുകളിൽ കാണുന്നത് അതാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ സന്തോഷത്തോടുകൂടെ അഭിനയിക്കുന്ന പലരും അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ, അവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോ അവിടെ സങ്കടങ്ങളാണ്, അവിടെ വിഷമങ്ങളാണ്, അവിടെ കലഹങ്ങളാണ്, അവിടെ കുടുംബ പ്രശ്നങ്ങളാണ്. പക്ഷെ അതൊന്നും നമ്മൾ കാണൂല. പുറമേക്ക് കാണുന്ന സംഗതികൾ വരെ. ഇപ്പോ ഈ അടുത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര, യുവാക്കൾക്കൊക്കെ അവര് വളരെ ഒരു സിനിമാ താരത്തെ പോലെ കാണുന്ന ഒരു കഥാപാത്രമാണ് തൊപ്പി എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കും. എത്ര ആളുകൾക്ക് എനിക്ക് അറിയാന്നറിയില്ല. അപ്പൊ ഒരുപാട് അവരുടെ ഒരു 7-8 ആളുകളുള്ള ഒരു ഗ്യാങ്, ആ ഗ്യാങ് അവർക്ക് സുഖമുള്ള ജീവിതമാണ്, അവർക്കൊക്കെ നല്ല സുഖമാണ്, അടിച്ചുപൊളി ലൈഫാണ് ഉള്ളത്. എല്ലാവരും അറിയുന്നു, ആവശ്യത്തേക്കാൾ പണം കിട്ടുന്നു, സുഖമുള്ള ജീവിതം അവർ നയിക്കുന്നു, ആഡംബര ജീവിതമാണ്. ഉദ്ഘാടനത്തിന് വരുമ്പോ ഒരു അറിയപ്പെട്ട ആളുകൾ, ഫേമസ് ആയ ആളുകൾ, സെലിബ്രിറ്റിയായി അവർ വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു.
ഓ, അവർക്കൊക്കെ ആ ഗ്യാങ്ങിലൊന്ന് ചേരാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മുടെ യുവാക്കൾ ആലോചിക്കുകയാണ്, ചെക്കന്മാരെ ആലോചിക്കുകയാണ്. കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾ അതിനുവേണ്ടി വിളിച്ചുകൊണ്ടിരിക്കണം, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അടുത്ത് ആ ഗ്യാങ്ങിൽ നിന്ന് പലരും ഇറങ്ങി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന അവസ്ഥ കേൾക്കുമ്പോഴാണ് ഈ സ്ക്രീനിൽ കാണുന്നതല്ല യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നത്. ഇത് ഏതെങ്കിലും ഒരു സംഗതിയല്ല, പൊതുവിൽ നമ്മൾ കാണുന്ന, പൊതുവിൽ സ്ക്രീനുകളിൽ കാണുന്നതിന്റെ ഏകദേശം അതിന്റെ പിന്നിലൊക്കെയുള്ള പച്ചയായ ജീവിതം അത് ഇങ്ങോട്ട് കാണൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് മറ്റുള്ളവരെ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്ക് പടച്ചോനൊന്നും തന്നിട്ടില്ല, ഇതൊക്കെ എന്നെ തട്ടിമുട്ടിയിട്ട് എങ്ങനെയൊക്കെ, ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ ഫുള്ള് ഒരു പട്ടിണി നിറഞ്ഞ ജീവിതമാണ്, പ്രയാസമുള്ള ജീവിതമാണ്, അല്ലേ? അവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറൂ, നിങ്ങൾ നോക്കണം, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമുണ്ടാകും. നിങ്ങൾക്ക് കിട്ടിയ ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് നിങ്ങൾ കുറച്ചു കാണാതിരിക്കാൻ അതാ നിങ്ങൾക്ക് നല്ലത്. നമ്മളെക്കാൾ സൗകര്യം കുറഞ്ഞ ആളുകളെ മാത്രം നോക്കുക. അത് നോക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയും. നമ്മളെക്കാൾ അനുഗ്രഹം കൂടുതലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ അൽഹംദുലില്ലാ പറയാൻ മറക്കും. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ മറന്ന് നമ്മൾ പരാതി പറയാൻ തുടങ്ങും. നമ്മുടെ നാവുകളിലൂടെ നന്ദി കെട്ട സംസാരങ്ങൾ കടന്നു വരും. അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാകുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകൂല. കാരണം എന്താ? എനിക്ക് അതിന് മാത്രം കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതാണ് നമ്മുടെ സമാധാനം തകർക്കുന്ന മൂന്നാമത്തെ ചിന്ത. നാലാമത്തെ ചിന്ത, മറ്റുള്ളവരെ കുറിച്ച് മോശപ്പെട്ട വിചാരം വെച്ച് പുലർത്തുക. ഓനല്ലെങ്കിലും അങ്ങനെ തന്നെ, അവള് പണ്ടേ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഓൾക്ക് എന്തപ്പോ അങ്ങനെ ചെയ്താല്, ഓൾ അങ്ങനെ ചെയ്യാത്തത് ഇന്ന കാരണം കൊണ്ടാണ്, ഒരു കല്യാണത്തിന് വരാത്തത് എന്നോടെന്തോ പണ്ടേ ദേഷ്യമുണ്ട്. ഇങ്ങനെ തുടങ്ങി നമ്മള് ഒരാൾക്ക് ഫോൺ അടിച്ചു, അയാൾ ഫോൺ എടുത്തില്ല. അതല്ല എങ്കിൽ ഒരാൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ നമ്മളെ കണ്ടു, ചിരിച്ചില്ല. ഒരാളുടെ വീട്ടിൽ പ്രോഗ്രാം ഉണ്ടായി, വിളിച്ചില്ല. ഇതൊക്കെ പലപ്പോഴും ഊഹങ്ങളായി മാറി. ആ ഊഹം പിന്നെ മറ്റുള്ളവരെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഗീബത്തായി മാറി. പിന്നീട് അത് നമീമത്തായി മാറി. അവരെക്കുറിച്ച് മോശപ്പെട്ട സംസാരം മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് എത്രയെത്ര ബന്ധങ്ങളാണ് അതിലൂടെ തകർന്നത്. ഊഹം മാത്രം വെച്ച് സംസാരിക്കുന്നതിലൂടെ എത്രയെത്ര ആളുകൾക്കാണ് അതിലൂടെ സമാധാനം നഷ്ടപ്പെട്ടത്. എത്രയെത്ര ആളുകൾക്കാണ് അതിലൂടെ തങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു, വിശുദ്ധ ഖുർആന്റെ വചനം, ഇജ്തനിബു, വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ ദൻ, നിങ്ങൾ ഊഹങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കണം. പലപ്പോഴും പല ഊഹങ്ങളും അത് പാപങ്ങളായി മാറും. ഇയ്യാക്കും വദ്ദൻ, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം, അല്ലെ? ഊഹിച്ചു പോവുക. എന്നാൽ ഇതിന്റെ നേർ വിപരീത വശമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഗതിയൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളിൽ ഒരു സംഗതി കാണുമ്പോ വരെ അവിടെ വരെ നമ്മൾ സമാധാനത്തോടു കൂടെ
അവിടെ എന്തെങ്കിലും ഖൈറുണ്ടോ? ഒരു മറന്നതായിരിക്കും, ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല. പ്രത്യക്ഷമായ ഒരു സംഗതി കാണുമ്പോ വരെ അതിൽ വരെ എന്തെങ്കിലും ഒരു ഉദ്റിനെ, എക്സ്ക്യൂസിനെ അന്വേഷിക്കുക, നേരിട്ട് വിചാരിക്കല്ല. മനസ്സിലായി? നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാരാരോപണമുണ്ടായി. ചില ആളുകളൊക്കെ അത് പ്രചരിപ്പിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആയത്തിറക്കുന്നത്. അപ്പൊ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോ വിശ്വാസികൾ എന്തുകൊണ്ട് മറ്റു വിശ്വാസികളെ കുറിച്ച് നല്ലതല്ലാതെ വിചാരിക്കുന്നില്ല? അള്ളാന്റെ ചോദ്യമാണ്. എന്തേലും കേൾക്കുമ്പോഴേക്ക് നമ്മളെ ഓനല്ലേ, ഓൾ അങ്ങനെ ഉണ്ടാവും, അങ്ങനെ തന്നെ, എനിക്ക് പറയാം, എനിക്ക് പണ്ടേ അറിയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ഇബാദത്തുകളാണ്. അതുകൊണ്ടാണ് നന്മ വിചാരിക്കണം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സഹാബത്ത് ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വേണ്ട, എനിക്ക് കേൾക്കണ്ട, എല്ലാരെ കുറിച്ചും നല്ല മനസ്സോട് കൂടെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും? അതാണ് നമ്മുടെ മനസ്സിലെ വേറൊരു ടെൻഷൻ. ആൾക്കാരെന്താ വിചാരിക്കുക? ഞാൻ അങ്ങനെ പറഞ്ഞ ആൾക്കാരെന്താ വിചാരിക്കുക? ഞാൻ ഇങ്ങനെ ചെയ്ത ആൾക്കാരെന്താ വിചാരിക്കുക? എന്നിട്ട് ആ ചിന്ത മാത്രം ആലോചിച്ച് ഒരു നന്മ പോലും കഴിവുള്ള ആളുകളായിരിക്കും, പല സംഗതിയും ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും, എന്നിട്ട് മുന്നോട്ട് വരൂല, അത് ചെയ്യൂല. അതിനെക്കുറിച്ച് അത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് പേടിച്ച് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട്, ഞാനിപ്പോ അങ്ങനെ ചോദിച്ചപ്പോ മൂപ്പരെന്താ വിചാരിക്കുക, അവരെന്താ വിചാരിക്കുക, അവളെന്താ വിചാരിക്കുക? നമ്മൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾ പറയുന്ന കാര്യമോ നമ്മൾ ചെയ്യുന്ന കാര്യമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ അത് തെറ്റാണോ? അള്ളാഹ് എന്ത് വിചാരിക്കും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകേണ്ടത്. അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനെ വെറുപ്പിക്കുന്ന സംഗതി നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് ഓൽക്ക് കുറച്ച് പ്രയാസം ഉണ്ടായാലും അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുത്താൽ പിന്നീട് അത് ജനങ്ങളും ഇഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. മനിൽ തമസ റിളല്ലാഹി ബിസഖ്തിൻ നാസി. ജനങ്ങളുടെ കോപം കൊണ്ട് ഒരാൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തുന്നതിനെ ഒരാൾ അന്വേഷിച്ചാൽ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്താൽ, കഫാഹുല്ലാഹു മുഅ്നത്തന്നാസ്, ജനങ്ങളെ കൊണ്ടുള്ള ഇടങ്ങാറ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് ആ പ്രയാസങ്ങളിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹ് മതിയോന്. വമനിൽ തമസ റിളന്നാസ്, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരാൾ അന്വേഷിച്ച് നടക്കുന്നത്. ബിസഖ്തില്ല, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. വക്കലഹുല്ലാഹു ഇലന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവനെ അള്ളാഹ് ഏൽപ്പിച്ചു കൊടുക്കും. ആർക്ക്? ജനങ്ങൾക്ക് വിടും. പടച്ചു നോക്കൂല എന്നർത്ഥം. അള്ളാഹ് കാക്കട്ടെ. അതുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെ? മറ്റുള്ളവരെന്ത് വിചാരിക്കും? എല്ലാവർക്കും ടെൻഷൻ അതാണ്. മക്കൾ പഠിക്കണ സമയത്ത് 10ാം ക്ലാസ് ആണ്, ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ ചോദിക്കും, മറ്റുള്ള എന്താ വിചാരിക്കുക? കുട്ടി പഠിക്കണം, കുട്ടി ഉഷാറാക്കണം, കുട്ടി എല്ലാറ്റിനും ഉഷാറായി പോകണം എന്നുള്ളതിനേക്കാൾ പലപ്പോഴും പേരൻസിനുള്ള ആശങ്ക മറ്റുള്ളവരെന്താ വിചാരിക്കും. ആളുകളിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്കുള്ള ഫോക്കസ്, അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ ആദ്യ സ്റ്റെപ്പ് തുടങ്ങുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആറാമത്തത്, എല്ലാവരും ഞാൻ വിചാരിച്ച പോലെയാകണം. എന്നെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരണം. ഞാൻ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കണം.
ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നടക്കണം, ഞാൻ പറഞ്ഞ അപ്പ കേൾക്കണം. ഈ ചിന്ത, അമിത പ്രതീക്ഷ, പലപ്പോഴും അമിത പ്രതീക്ഷ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങൾ തകർക്കുന്ന ഭയങ്കര വലിയൊരു പ്രശ്നമാണത്. അതുകൊണ്ടാണ് ഈ അടുത്ത് ഞാൻ മനസ്സിലാക്കുന്നത് 2025-ലോ 26 ലെറ്റ് ദം തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു പുസ്തകം, ബെസ്റ്റ് സെല്ലറായ പുസ്തകം ഈ അടുത്തിറങ്ങി. എന്താ വെച്ചാല് ഓരോരുത്തരെയും അവരോട് ഇതിനനുസരിച്ച് വിടുക. അതിന്റെ ഒരു വശം മാത്രം പറയണത്, പൂർണ്ണമായി അതെല്ലാ ആശയങ്ങളും അതുപോലെ എടുക്കണം എന്നുള്ളതല്ല. കാരണം എല്ലാവരും നമ്മൾ വിചാരിച്ച പോലെയാകണം എന്നില്ല. അന്നാസു അജ്നാസു എന്നുള്ളത് പൊതുവിൽ പറയുന്ന തത്വം. ജനങ്ങൾ പല കോലത്തിലാണ്, ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നുള്ളത് അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ തന്നെയാകണം എന്ന് നമ്മൾ പലപ്പോഴും ശാഠ്യം പിടിക്കുമ്പോൾ എന്റെ മക്കൾ ഇങ്ങനെയാകണം, ഭാര്യയും ഇങ്ങനെയാകണം, മരുമകൾ ഇങ്ങനെയാകണം, അമ്മായിമ്മ ഇങ്ങനെയാകണം, എന്റെ അനുജൻ ഇങ്ങനെയാകണം, ജ്യേഷ്ഠൻ ഇങ്ങനെയാകണം, പെങ്ങൾ ഇങ്ങനെയാകണം, അയൽവാസി ഇങ്ങനെയാകണം, എന്റെ പേരക്കുട്ടി ഇങ്ങനെ ഏത് സംഗതിയാകട്ടെ, ഇവിടെ സംഭവിക്കുക എന്താ അറിയോ? ഇവിടെ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവൂല. അവര് വിചാരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് മക്കളിൽ കാണുമ്പോ, കുടുംബങ്ങളിൽ കാണുമ്പോ, സുഹൃത്തുക്കളിൽ കാണുമ്പോ അവര് പെട്ടെന്ന് സങ്കടപ്പെടുന്നു, ടെൻഷൻ അടിച്ചിരിക്കുന്നു. എന്നെ ആർക്കൊരു വിലയില്ല, ശൈത്താന് തോന്നിപ്പിക്കും. അല്ലെങ്കിൽ നിന്നെയൊക്കെ ആർക്ക് എന്ത് വിലയില്ല, നിനക്ക് ഇവിടെ എന്ത് വില തരുന്നത്, എന്ത് പരിഗണനയുള്ളത്, ഒരു വിലയില്ല. ഇവിടെ നമ്മളെ സമാധാനം തകർക്കപ്പെടണം. പരിഗണനയ്ക്ക് വേണ്ടി, വിലക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് കേൾക്കണം എന്നുള്ള ഒരു വാശിപ്പുറത്ത് പോകുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്രയാണ് നമ്മുടെ സമാധാനത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ദമ്പതികളിൽ ഉള്ള ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിലും ഇത് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്, ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട സംഗതി. ഒരു വിശ്വാസിയോട് ദേഷ്യപ്പെടാൻ പാടില്ല. അതേപോലെ തന്നെ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അതേപോലെ തന്നെ കുടുംബങ്ങൾ പരസ്പരം തമ്മിൽ, ആര് തമ്മിലാണെങ്കിലും. എന്നിട്ട് പറഞ്ഞ ഇൻകരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, ഒരു സ്വഭാവം വെറുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വഭാവം ഇഷ്ടമുള്ളത് ഉണ്ടാവും. അതും കൂടി മാറ്റണം, ഒക്കെ മാറ്റണം എന്ന അവസ്ഥ ഉണ്ടാകരുത്. അതിനാണ് സഹനവും വിട്ടുവീഴ്ചയൊക്കെ ഇസ്ലാം വളരെ കൂലിയുള്ള കാര്യമായി പറഞ്ഞു. അപ്പോഴേ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോകുള്ളൂ. ഇത് മക്കളുടെ വിഷയത്തിൽ, ഭർത്താവിന്റെ വിഷയത്തിൽ, കുടുംബങ്ങളുടെ വിഷയത്തിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 6 കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത്. അള്ളാഹ് തന്നിട്ടുണ്ട് സമാധാനം. സമാധാന ജീവിതത്തിനുള്ള എല്ലാ സംഗതിയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഫോളോ ചെയ്ത് അതിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ഈ 6 കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകൂല നമ്മൾ തീരുമാനിച്ചാൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം പിശാചാണ് പലപ്പോഴും ഇത്തരം സംഗതികളൊക്കെ, ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. പിശാചിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമികമായ ജീവിതം, കൃത്യമായിട്ട് നിസ്കാരം പ്രോപ്പറായിട്ട് നിർവഹിക്കുക, അത് മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, അദ്കാറുകൾ നമ്മൾ പാരായണം ചെയ്യുക, അത് നമ്മൾ ചൊല്ലുക. പ്രഭാതത്തിൽ, പ്രദോഷത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഉണരുമ്പോ, അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച എല്ലാ സന്ദർഭത്തിലുള്ള വിക്റുകൾ മനസ്സറിഞ്ഞ് വളരെ മനസ്സാന്നിധ്യത്തോടുകൂടെ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ വിശേഷിച്ചും എന്നും നമ്മൾ പാരായണം ചെയ്യുക. വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും നടക്കണം. അങ്ങനെ ദീൻ പഠിച്ച് മുന്നോട്ടു പോകുന്ന, അത് ജീവിതത്തിൽ പകർത്തി ഒരു അങ്ങനെ എനിക്ക് പോയാൽ പോരാ, എന്റെ ചിന്തകളിൽ മാറ്റം വരണം, എന്റെ ജീവിതത്തിൽ മാറ്റം വരണം. അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ദിനേന ഞാൻ ചെയ്യേണ്ട എന്റെ ഹാബിറ്റുകളായി, എന്റെ ശീലങ്ങളായി ഞാൻ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങൾ ഇൻഷാല്ലാഹ് പ്രോപ്പറായി കൊണ്ടു നടക്കുമെന്ന ഒരു തീരുമാനം നമുക്ക് ഉണ്ടാകണം.
അള്ളാഹുവിനോട് അതിന് തൗഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് അതിനു വേണ്ടി നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാള് നമസ്കാര പഠന കോഴ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ജൂൺ 24 ജൂൺ മാസത്തിലാണ് ഇൻഷാ അല്ലാഹ്. ഈ മാസം ലാസ്റ്റ് ആണ് ഡേറ്റ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അറിയിക്കും. ജൂൺ 24 കണ്ട ഓർമ്മ. ഇൻഷാ അല്ലാഹ് എന്തായാലും ജൂൺ 20 ശേഷം 30 ഉള്ളിലായിട്ടായിരിക്കും ഡേറ്റ് നമ്മൾ അറിയിക്കും. പിന്നെ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ട് ഇൻഷാ അല്ലാഹ് അതിൽ കൊടുത്ത 79 07 60 89 60 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാതെ. പുതിയ കോഴ്സാണ്. ഹിമായ ആദ്യമായി സംഘടിപ്പിക്കുന്ന ലൈവ് കോഴ്സാണ്. ഇത് കഴിഞ്ഞ ചിലപ്പോ ലൈവ് ഇതിലുള്ള ക്ലാസ്സുകൾ എല്ലാവരും ലൈവ് വരുന്ന സാഹചര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അടുത്ത ബാച്ച് മുതൽ ചിലപ്പോൾ റെക്കോർഡിലേക്ക് ചിലപ്പോൾ മാറും. അപ്പോൾ ലൈവായിട്ട് പഠിപ്പിക്കുന്ന ഫസ്റ്റ് ബാച്ചാണ്. 2 മാസത്തെ കോഴ്സാണ്. നിസ്കാരം എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് അതിലെ A to Z നിസ്കാരം പഠിക്കുന്ന ഒരു സാഹചര്യം ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനുള്ള ട്രാക്കിംഗ് സിസ്റ്റം അടക്കം ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു കോഴ്സ് വേറുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ നിലക്കും അൽഹംദുലില്ലാ അതിൽ പഠനം നടത്തി ക്രിയേറ്റ് ചെയ്ത് വരുന്ന രീതിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിന്റെ ഒരു 7 ദിവസത്തെ ഒരു ഫ്രീ കോഴ്സ് നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാകും. അത് ഓൾറെഡി ഒരുപാട് ആളുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ. പിന്നെ ഓരോ ബാച്ചിലും 500 പിന്നെ അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെ ആ 7 ദിവസത്തെ റെക്കോർഡ് ക്ലാസ്സിന് ഒരുപാട് ആളുകൾക്ക് അൽഹംദുലില്ലാ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പിന്നെ ശരിയായ ഒരു പഠനത്തിലേക്ക് ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് ഒന്നുകൂടി വിശദമായി പഠിക്കുന്ന നിങ്ങളുടെ ഡൗട്ടുകളടക്കം തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കോഴ്സാണ് ഇൻഷാ അല്ലാഹ്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതം മാറണം, എന്റെ നിസ്കാരം മാറണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ആളുകൾ നിർബന്ധമായും അതിൽ ജോയിൻ ചെയ്യണം. അതിലുള്ള നമ്പറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കോൺടാക്ട് ചെയ്തതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ അതിൽ നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനകല്ലാഹു ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.